ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടും ഒരു വലിയ ഉരുളക്കിഴങ്ങും ചെറിയ സവാളയുമാണ്. ഇനി നമ്മുടെ ബീട്രൂട്ട് ക്യൂബ്സായി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ക്യൂബ്സായി അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ലേശം കടുകൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും എരിവിന് ആവശ്യമായ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം കളറിന് വേണ്ടി ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് വേവാൻ ആവശ്യമായ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളകിൻ്റെ എരി അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈർപ്പം എല്ലാം കളയാനായിട്ട് തീ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട്. ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. പ്രത്യേകിച്ചും ബീട്രൂട്ടൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ ഇഷ്ടമാകുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.